കാനഡയിൽ പോയപ്പോൾ ഐ വാസ് 21 years old. പുതിയ ആൾക്കാരെ കാണും. എനിക്ക് അന്നേരം മതിക്ക് ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഐ ആം ദ ഓൺലി ബ്രൗൺ ഗേൾ ഇൻ ദറ്റ് ക്ലാസ്. വേറെ എല്ലാവരും വെള്ളക്കാരാണ്. ഒബ്വിയസ്ലി ആ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്. ഒരിക്കലും ഞാൻ അതില്ല, എവ്രി വൺ ഈക്വൽ ആണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. യു ആർ ഗോണ ഫീൽ ദാറ്റ് ഇൻസൈഡ്. ഒറ്റപ്പെട്ടത് ശരിക്കും ഞാൻ അനുഭവിച്ചത് കാനഡയിൽ പോയപ്പോൾ. ഇപ്പൊ പോലും എനിക്ക് ചിന്തിക്കാൻ ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സമയം എൻ്റെ ജീവിതത്തിൽ ആ ഫസ്റ്റ് 2 കൊല്ലം. അപ്പൊ അത് ഓവർകം ചെയ്തത് എന്താ പറയാ മുപ്രകാരം തന്നെയാണെന്ന് ഞാൻ പറയാം. സുഹാനി രാത് ഢൽ ചുക്കി നാ ജാനെ തും കബ് ആओगे. ഇങ്ങനെ ഞാൻ ഫ്ലാറ്റ് ആയി പോയെ. എനിക്ക് ഈ പാട്ട് പാടിത്തരും. മറ്റേ കിലുക്കത്തിലുള്ള പാട്ട് ഏതായിരുന്നു? കിലുങ്ങി പമ്പരോ. കിലുകിൽ പമ്പര കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമോ ആ പാട്ട് കേൾക്കുമ്പോ. പിന്നെ ഗിറ്റാറും വായിക്കും, യൂക്കുലേലിയും വായിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോഴും ഞാനത് എടുത്താളഞ്ഞ്. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു. ഗോപാലൻ സായി പല്ലവിനെ പോലെ ഇരിക്കുന്നു പറയുന്നു. കട്ടുണ്ട് എവിടെയൊക്കെയോ. കണ്ണാണോ? വേറെ ഒന്നും സാമ്യമുള്ളതായിട്ട് അറിയില്ല. സായി പല്ലവി ഡാൻസ് കളിക്കും, ഞാൻ ഡാൻസ് കളിക്കൂല. പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ റിപ്പീറ്റേഷന്റെ ആളാണ്. അപ്പൊ ഒരേ സ്റ്റെപ്പ് തന്നെ ഞാൻ കളിച്ചോണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റാറുള്ളത്. പുറത്ത് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ ലേൺ 3 dishes. 3 ഡിഷ് അറിയണം. നമ്മളെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തിന്നുമ്പോൾ തോന്നുന്ന ഫുഡില്ലേ, അത് 3 പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. കാരണം അവിടെ പോയാൽ വിൻ്റർ വരുമ്പോൾ ഡിപ്രഷൻ പക്കയാണ്, ഉറപ്പാണ്. എപ്പോഴും വിളിച്ച് സംസാരിക്കാൻ ഒരു ഫ്രണ്ടും വേണം. അതില്ലാണ്ട് നമ്മൾ അബ്രോഡ് പോയി കഴിഞ്ഞാല് നമ്മളെ സീരിയസ് ആയിട്ട് എഫക്ട് ചെയ്യും. വെയില് ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയത് അവിടെ നമ്മളിപ്പോ ഇവിടെ പുച്ചിക്ക് വി ടേക്ക് സൺ ഫോർ ഗ്രാന്റഡ് എന്ന് പറയില്ലേ, അതാണ് ഇവിടുത്തെ അവസ്ഥ. അവിടെ എന്ത് സൂര്യൻ വരാത്തേന്ന് ഇങ്ങനെ നോക്കി നിൽക്കും എല്ലാവരും. രാവിലെ സൂര്യൻ ഉദിക്കും, ചില ദിവസം നല്ല രസം ഇങ്ങനെ വരും വെയില്, അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ട് വരാൻ. സൂര്യൻ അവിടെ വന്നാൽ എല്ലാവർക്കും വെരി ഹാപ്പി അവിടെ എല്ലാവരും. ജോലി നേടാൻ ഒരേ ഒരു എൻട്രി ആപ്പ് ഡൗൺലോഡ്. ഈ പരസ്പരം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കപ്പിൾ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ഫീൽ എനിക്ക് വരുന്നത് ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ. ഒരു നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എങ്ങനെയായിരിക്കണം കപ്പിൾസ് ശരിക്കും വേണ്ടത്? കേൾക്കണം, അപ്പുറത്തെ ആള് പറയണ കേൾക്കണം. പിന്നെ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചയല്ല. ഓരോ ആള്, എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ നമ്മൾ അപ്പുറത്ത് കാണുന്ന ആള് നമ്മളെ ഐഡിയോളജി, നമ്മളെ തോട്ട് പ്രോസസ് ആയിട്ട് റെസണേറ്റ് ചെയ്യണം. അത് നമ്മൾ എത്രത്തോളം നമ്മളോട് നുണ പറയാതിരിക്കുന്നോ നമുക്ക് അപ്പുറത്തെ ഉള്ളിൽ അത് കാണാൻ പറ്റും. ഐ തിങ്ക് ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 2 കാര്യമുണ്ട് സെറ്റപ്പ്. ഞാനും പറയുകയാണെങ്കിൽ ലിസ്ണിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം അതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. വി ഡോണ്ട് ലിസൺ ടു എനിത്തിങ്, നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽസ് ബട്ട് ഈവൻ നമ്മളുടെ പുറത്ത് നടക്കുന്ന ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. സോ ലിസ്ണിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഒരു പോയിന്റ് വരെ ഇപ്പൊ പോലും ഞാൻ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ലിസൺ. ഒരാൾ പറയുന്നതിന് ഇടയ്ക്ക് സംസാരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി എനിക്ക് ഭയങ്കര കൂടുതൽ. എസ്പെഷ്യലി വെൻ വി ആർ ആർഗ്യൂയിങ് അബൌട്ട് സംതിങ്, മൂപ്പര് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്റെ പോയിന്റ് പറയാൻ എനിക്ക് ഭയങ്കര ഒരു ടെൻഡൻസിയാണ്. അതന്നെ. ബട്ട് ലേറ്റർ ഓൺ ഞാൻ ഈവൻച്വലി എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാല് when he is telling something I should listen as a partner. That is very important. അപ്പൊ അത് ഞാൻ പറയും, ഞാൻ ഇപ്പോഴും അത് ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നതാണ് എന്നെ. ഇത് ആദ്യം തന്നെ എല്ലാം കറക്റ്റ് ആയിട്ടൊന്നല്ലോ ഈ പാക്കേജ് വരാം. ഈ പാക്കേജിനും കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നോക്കുമ്പോ ഒത്തിരി പേര് സായി പല്ലവിനെ പോലെ ഇരിക്കുന്നു പറയുന്നു. ശരിക്കും അങ്ങനെ ആളുകൾ മേ ബി കട്ടുണ്ട് എവിടെയൊക്കെയോ. കണ്ണാണോ? കണ്ണ് എനിക്ക് സായി സിസ്റ്റർ ഇല്ലേ, നന്നായിട്ടുണ്ട്. ഹുഡഡ് ഐസ് അല്ലാന്ന് തോന്നുന്നു, ബട്ട് എനിക്കറിയില്ല കേട്ടോ. കണ്ണ് ആ ഒരു ഷേപ്പ് ബബ്ലി ആണോ മൂപ്പര?
അല്ല, face ന് shape തന്നെയാണ്. ഷേപ്പാണ് കുറച്ചും കൂടെ ഉള്ളത്. വേറെ ഒന്നും സാമ്യമുള്ളതായിട്ട് അറിയില്ല. സായി പല്ലവി ഡാൻസ് കളിക്കും, ഞാൻ ഡാൻസ് കളിക്കൂല. എന്റെ ഡാൻസ് അബദ്ധാണ്. അങ്ങനെയൊന്നുമില്ല. സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഭർത്താവ്. ഹീസ് എ കണ്ടംപററി ഡാൻസർ. യൂസ് ടു ബി ലൈക്ക് അന്നേരം മൂപ്പർ എന്നെ കുറെ പഠിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ റിപ്പീറ്റേഷന്റെ ആളാണ്. അപ്പൊ ഒരേ സ്റ്റെപ്പ് തന്നെ ഞാൻ അവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റാറുള്ളത്. ഒരു കാര്യം പഠിപ്പിച്ചു തരുമ്പോ എനിക്കാണെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സ്റ്റെപ്പ് ബ്രേക്ക് ചെയ്യാന് അത് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. നമ്മളാരും പാമ്പിനെ വളർത്തിയിട്ടില്ല, പക്ഷെ വളർത്തുന്നത് ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷെ ഒരുപാട് പേർക്ക് ഈ പാമ്പിനെ വളർത്തുന്നുണ്ട്. പക്ഷെ ഈ വളർത്തുന്ന സമയത്ത് ക്യൂരിയസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ. എങ്ങനെ ശരിക്കും ഒരു പാമ്പിനെ വളർത്തിയ? അതെന്താണെന്ന് അറിയാം. ഇപ്പൊ ഞാൻ വളർത്തുന്നത് മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക് ആണ്. അത് കലൂബ്രേറ്റ്, അതായത് നമ്മളെ ചേരടക്ക വർഗത്തിലുള്ള പാമ്പാണ്. ഐ വുഡ് സേ റിസർച്ച് ചെയ്യാം നല്ലപോലെ. നിങ്ങൾ ഏത് പാമ്പിനാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത്, ഓരോ പാമ്പിനും ഓരോരോ കെയർ റിക്വയർമെന്റ്സ് ആണ്. ഓരോ ടൈപ്പിനും ഓരോ റിക്വയർമെന്റ്സ് ആണ്. പിന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളെ പറമ്പിലുള്ള പാമ്പിനെ പോയി പിടിക്കാതിരിക്കുക. വിഷമുള്ള പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ത്രെറ്റൻഡ് ആയാൽ പാമ്പ് റിയാക്ട് ചെയ്യുന്നത് കടിച്ചുകൊണ്ടായിരിക്കും. ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ഗെറ്റ് ഹേർട്ട്. പിന്നെ നല്ല ബ്രീഡേഴ്സിന്റെ അടുത്ത് പോയി എടുക്കുക. ആൾക്കാർ സ്നേഹത്തോടെ ഇതിനെ വളർത്തി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോയി എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ജീവചരിത്രവും അതിൻ്റെ എല്ലാം, അതായത് ഏത് അമ്മ അച്ഛൻ, അതിനെ എത്ര കാലം ഇതുണ്ട്, അതിന് എന്ത് കൊടുക്കണം, ഇതൊക്കെ നല്ല ഒരു ബ്രീഡറുടെ അടുത്ത് പോയാൽ പറഞ്ഞുതരും. പിന്നെ ഓൾവേസ് ഇന്റർനെറ്റ് ആണ് ദ ബെസ്റ്റ് നമ്മുടെ റിസോഴ്സ്. ഇൻ ജനറൽ ഇവർ കോൾഡ് ബ്ലഡഡ് ആണ്. അപ്പോൾ അതായത് ഇവർക്ക് ചൂട് സ്വന്തമായിട്ട് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഇതിന് ഹീറ്റിംഗ് പാഡ്സ് പിന്നെ അല്ലെങ്കിൽ ഓവർ ലാമ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ പാമ്പിനും അത് മാറും. അപ്പോൾ അതിനനുസരിച്ച് നോക്കി റിസർച്ച് ചെയ്തിട്ട് ചെയ്യുക. ഇല്ലേ പാമ്പ് ചത്തുപോകാൻ സാധ്യതയുണ്ട്. കാരണം പാമ്പ് ഒരുപാട് കാലം ജീവിക്കാനുള്ള ഒരു സാധ്യതയുള്ളൊരു ജീവിയാണ്. 20 വർഷം ഒക്കെ അതിന് ആയുസുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. കൊള്ളി സംസാരിക്കുമ്പോഴേ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണോ ആളുടെ ഇഷ്ടപ്പെട്ട? ഭയങ്കര ഒരു അത് മാത്രല്ല, ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ മെയിൻ റീസൺ ലൈക്ക് ഐ കൻ ഓൾവേസ് ഹോൾഡ് എ റിയലി ഗുഡ് ഇന്റലക്ച്വൽ കോൺവെർസേഷൻ വിത്ത് ഹിം. എനിക്ക് എന്നെ ചിന്തിപ്പിക്കും. എനിക്ക് അങ്ങനത്തെ കോൺവെർസേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ ആരാണെങ്കിലും എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങള് ഇട്ട് തന്നാല് എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ചിന്തിപ്പിക്കാറുണ്ടോ? അങ്ങനെ എനിക്ക് ഒരുപാട് എന്റെ തല ചിന്തിക്കുന്ന ഒരു തലയാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ആവശ്യം. ഞാനൊരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കാറ് ഇന്ന് എന്ത് കഴിക്കും എന്നാണ് ഞാൻ ചിന്തിക്കാറ്. സത്യമായിട്ട് മൂപ്പറെ കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കാറുണ്ട് എന്ത് കഴിക്കും. കാണുമ്പോ ഫുഡാണ് ആദ്യം ഓർമ്മ വരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഏത് വ്യക്തിയിലും ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതാണ് ഇപ്പൊ കുറെ സെലിബ്രിറ്റീസ് പറയല്ലോ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഫുഡ് പോയി കഴിക്കണം എന്ന് പറയും. അതിപ്പോ ഒരുപാട് പേര് പോയിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പൊ എന്നോട് കാനഡയിൽ വന്നിട്ട് ഇന്ന ഫുഡ് ട്രൈ ചെയ്യണം, ഞാൻ എപ്പോഴെങ്കിലും കാനഡയിൽ വരികയാണെങ്കിൽ എന്തായാലും ചിക്കൻ ഇവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള ഒരു ഫുഡ് ഐറ്റം ഉണ്ടോ? അല്ലെങ്കിൽ പോയിട്ട് നമ്മുടെ കണ്ണൂരില് തലശ്ശേരി ഉണ്ടെങ്കിലും ഇന്ന് ഫുഡ് കഴിക്കണം. പണ്ടല്ല, ഞാൻ ഇപ്രാവശ്യം പോയപ്പം ആ തട്ടുകട കണ്ടിട്ടില്ല. കോടതിന്റെ അവിടെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. കുറെ കാലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുതിയ കോടതി വന്നപ്പോ എന്തോ മാറിയതാണ്. അപ്പൊ ആ തട്ടുകടയിലുള്ള എല്ലാ സാധനങ്ങളും അടിപൊളിയാ. നിങ്ങള് തലശ്ശേരി വിസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ തട്ടുകടയിൽ പോയിരിക്കണം. ആ തട്ടുകട എങ്ങോട്ടേക്കോ മാറ്റി എന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ മോഡേൺ ഹോട്ടലും ഭയങ്കര ഇഷ്ടമാണ്. മോഡേൺ ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, പോയില്ല. അവിടുത്തെ ചോറും പിന്നെ മട്ടൻ ചോപ്സ് കിട്ടും. ബോംബെ ഹോട്ടൽ, അതെല്ലാം ഭയങ്കര രസമുള്ള. ഇത് അങ്ങനെ ഭയങ്കര ജാങ്കോ ഹോട്ടലൊന്നല്ല, ചെറിയ കട, ചെറിയ കട, ഒരു നാട്ടുപുറത്ത് കാണുന്ന ഒരു ചെറിയ കട. എന്താന്നറിയോ, അങ്ങനത്തെ കടയിൽ അവര് ഒരുപാട് അവര് ഭക്ഷണം ഉണ്ടാക്കുമ്പോ രുചിക്ക് വേണ്ടി അവർ ഉണ്ടാക്കുന്നത്. പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മണടിച്ച് കയറാണ്ട് സാറേ ചുറ്റുള്ളൊന്നും കാണില്ല. പിന്നെ തലശ്ശേരിയിലെ ഫിറോസ് ഖാന്റെ മിക്സഡ് കുടിക്കണം, നിർബന്ധമാണ്. തലശ്ശേരി പോന്നിട്ട് നിർബന്ധമായിട്ട് കുടിക്കാം, ടാഗ് ചെയ്യാം, മെൻഷൻ ചെയ്തേക്കുന്നൊക്കെ. ഞാൻ അവർക്ക് കുറച്ചധികം കസ്റ്റമേഴ്സിന് ഈയിടെ കൊടുക്കുന്നുണ്ട്. ചിലപ്പം ഇൻഫ്ലുവൻസർ ആവുമ്പോ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇൻഫ്ലുവൻസറിനെക്കാളും എനിക്ക് പറയാൻ ഇഷ്ടം ഇസ് ലൈക്ക് ഞാൻ ഒരു ക്രിയേറ്റർ ആണ് എന്നാണ്. ഇൻഫ്ലുവൻസ്, പീപ്പിൾ ഗെറ്റ് ഇൻഫ്ലുവൻസ്, ബട്ട് ഐ ഫീൽ ലൈക്ക് ഐ ക്രിയേറ്റ് കോണ്ടന്റ്, ഐ ഗിവ് കോണ്ടന്റ് ഫോർ പീപ്പിൾ. ഈ ഇപ്പൊ അവിടെ കുക്കിംഗ് ചെയ്യാറുണ്ടോ? പിന്നെ എന്തൊക്കെ കുക്ക് ചെയ്യാറുണ്ട്? എല്ലാം കുക്ക് ചെയ്യും. എന്തൊക്കെ കിട്ടുമോ അതൊക്കെ
ഓക്കെ. എന്തൊരു സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്ത് ഇഷ്ടം? തലശ്ശേരി ബിരിയാണി. ഇതും എനിക്ക് ഇഷ്ടമാണ്, മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കുക്കർ മന്തി ഉണ്ടാക്കും. ഞാൻ ഫോളോ ചെയ്യുന്ന റെസിപ്പി ആംഗ്രി ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുക്ക് റെസ്പോൺസിബിളി എന്ന് പറയുന്ന ആ മൂപ്പറുടെ ഒരു കുക്കർ മന്തി ഉണ്ട്. നല്ല ടേസ്റ്റ് ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. ഞാൻ അതാണ് ഫോളോ ചെയ്യാം. ഈ അവിടെ ഉള്ള സമയത്ത് ഇവിടുത്തെ ഫുഡും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ മിസ് ചെയ്യുന്ന ഉണ്ടാവില്ല? അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി പ്രിപ്പയർ ചെയ്തോണ്ട് ഇവർക്ക് തോന്നും, പക്ഷെ നമ്മൾ ഓൾറെഡി ഇത് അറിഞ്ഞുകൊണ്ട് ഇനി ഇൻ കേസ് പുറത്ത് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ ലേൺ 3 ഡിഷസ്, 3 ഡിഷ് അറിയണം. നമ്മളെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തിന്നുമ്പോൾ തോന്നുന്ന ഫുഡില്ല, അത് 3 പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. കാരണം അവിടെ പോയാൽ വിന്റർ വരുമ്പോൾ ഡിപ്രഷൻ പക്കയാണ്, ഉറപ്പാണ്. കാരണം വെച്ചാൽ വെയിലില്ല. ഒരു 5 മണിക്ക് രാവിലെ ഒരു 9-10 മണിയാകുമ്പോൾ വെയിൽ വരും, വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്ക് വെയിൽ പോകും. അപ്പൊ നമ്മൾ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ വല്ലാതെ അങ്ങ് ഡ്രെയിൻഡ് ആവും. അപ്പോൾ വി നീഡ് സംതിങ്, നമ്മളെ ഉള്ളിൽ നിന്ന് കത്തിക്കുന്ന എന്തെങ്കിലും വേണം. അപ്പോൾ ഒന്ന് ഇഷ്ടമുള്ള കുറച്ച് മ്യൂസിക്കോ അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി വേണം, എന്തെങ്കിലും ഒരു ഹോബി വേണം, പിന്നെ ഒരു തിന്നാൻ എന്തെങ്കിലും വേണം, ഉണ്ടാക്കി അറിയണം, പിന്നെ നമുക്ക് എപ്പോഴും വിളിച്ച് സംസാരിക്കാൻ ഒരു ഫ്രണ്ടും വേണം. ഇത് 3 കുറച്ച് പണി. അതില്ലാണ്ട് നമ്മൾ അബ്രോഡ് പോയി കഴിഞ്ഞാല് നമ്മളെ സീരിയസ് ആയിട്ട് എഫക്ട് ചെയ്യും എന്നുള്ള കാര്യത്തില് ഒരു വേണം. ഇപ്പം സൈക്കോളജി പരമായിട്ട് പഠിക്കുന്ന ഒരാള് എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒത്തിരി ആളുകള് ഇപ്പൊ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടോ അല്ലാതെയോ ലൈഫിൽ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ ആരെങ്കിലും തിരക്ക് പിടിച്ച ജീവിതത്തില് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? അല്ലെങ്കിൽ ഇന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡിപ്രഷൻ ഇപ്പൊ കോമൺ ആയിട്ട് മാറി. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ അതിന്റെ ഒരു അതെന്താന്ന് പറയാ, പണ്ട് ഒരു കാലത്ത്, അതായത് നമ്മുടെ എന്റെ ഒക്കെ ജനറേഷനിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു വാക്കില്ല. യു ആർ നോട്ട്, നമുക്ക് അറിയില്ലായിരുന്നു. ആൾക്കാർ സങ്കടപ്പെട്ടിട്ടാണ് നമ്മളങ്ങ് പുഷ് ചെയ്യല. ഞാൻ ഐ എം നോട്ട് സെയിങ് അതൊരു നല്ല കാര്യമല്ല. നമ്മളിതിന് വി നീഡ് ടു ലൈക്ക്, കാരണം സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മൾ നല്ലോണം ഇരിക്കും, നമ്മൾ ആൾക്കാരുടെ അടുത്തും നമ്മൾ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബി ഹാപ്പി. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ ആൾക്കാർ അവെയർ. അപ്പൊ അവര് നോട്ടീസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ആകുമ്പോ എനിക്കെന്തോ അതെന്താ എനിക്ക് ഇങ്ങനെ തോന്നുന്നത്, പണ്ട് എനിക്ക് തോന്നുന്ന പോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഇപ്പത്തെ ആൾക്കാർ എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പത്തെ ഒരു ജനറേഷൻ വി അക്നോളജ് തിങ്സ്. പണ്ടത്തെ ആൾക്കാരെക്കാളും ഇപ്പത്തെ ആൾക്കാർ കുറച്ചും കൂടി എന്റെ ഫീലിങ്സ് ഇതാണ് എന്ന് പറയാൻ കുറച്ചും കൂടി ഈ ഒരു ജനറേഷൻ ട്രൈ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ അബ്രോഡ് പോയപ്പോഴാണ്. വെൻ ഐ വെന്റ് ടു കാനഡ, വെരി ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ, എല്ലാം വ്യത്യാസമാണ്, തണുപ്പാണ്. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി ബാഡ് ഫോർ മീ. അപ്പം അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇറ്റ്സ് ലൈക്ക് അക്നോളജിങ് യുവർ ഫീലിങ്സ് ആൻഡ് ദെൻ ഓവർകമ്മിങ് ഇറ്റ്. അതേ ഉള്ളൂ അതിനുള്ള ഒരു വഴി, വേറൊന്നും. എത്ര ആരെന്ത് മോട്ടിവേഷൻ തന്നാലും യുനോ ചില പോയിന്റില് ഒന്നും റെഡി ആവാത്ത പോലെ നമുക്ക് തോന്നൂലേ, അന്നേരം നമുക്ക് മാത്രമേ നമ്മളെ ഫിക്സ് ചെയ്യാൻ പറ്റൂ. വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ കുതിരയ്ക്ക് നമുക്ക് വെള്ളം കൊണ്ട കൊടുക്കാം, കുടിക്കണം എന്ന് കുതിര തന്നെ വിചാരിക്കണം. വേറെ എത്ര ആരെന്ത് പറഞ്ഞാലും നമുക്ക് ആ സാധനം കിട്ടൂല. നമ്മൾ തന്നെ വിചാരിക്കണം ആ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് മാറണമെങ്കിൽ യു ഷുഡ് ബി റെഡി ടു അക്സെപ്റ്റ് what is going on and you should be ready to solve your issue. നിങ്ങളുടെ എങ്ങനെ നിങ്ങൾ അത് സോൾവ് ചെയ്തേ? അയ്യോ അപർണ ഇപ്പൊ ആ സമയത്ത് ഒറ്റപ്പെട്ടുള്ള ഫീൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിനൊന്നും മറികടന്നേ? ഞാനവിടെ എത്തിയപ്പോൾ ഒറ്റപ്പെടൽ മാറി. കാരണം നാട്ടിലുണ്ടായ പോലെ അല്ലായിരുന്നു അവിടെ പോയപ്പം. ഞാൻ കാനഡയിൽ പോയപ്പം ഐ വാസ് 21 years old, ചെറുതായിരുന്നു. അപ്പൊ എല്ലാം എന്താ പാർട്ട് ടൈം ജോലിക്ക് പോകണം, പുതിയ ആൾക്കാരെ കാണണം. എനിക്ക് അന്നേരം മതിക്ക് ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. വെരി അറിയില്ല ഇൻ ദ സെൻസ് ഭയങ്കര ഇൻഹിബിഷൻ ആയിരുന്നു സംസാരിക്കുന്നത്. ബിക്കോസ് അവിടെയുള്ള എല്ലാവർക്കും ദേ ഹാവ് എൻ ആക്സെന്റ്. സോ അവര് സംസാരിക്കുന്ന രീതി പോലെ ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ അവരെന്നെ ജഡ്ജ് ചെയ്യുവോ, എന്റെ ഇന്ത്യൻ ആക്സെന്റ് നല്ലതാണോ ഒന്നും എനിക്ക് അറിയില്ലല്ലോ. പിന്നെ എന്താ ഒറ്റപ്പെട്ടത് ശരിക്കും ഞാൻ അനുഭവിച്ചത് കാനഡയിൽ പോയപ്പോഴാണ്. അപ്പൊ അത് ഓവർകം ചെയ്തത് എന്താ പറയാ മുപ്പുറം തന്നെയാണെന്ന് ഞാൻ പറയാം. പിന്നെ വിറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെയിലില്ലല്ലോ, നമ്മള് വെയില് ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയത് അവിടെ വി ടേക്ക് സൺ ഫോർ ഗ്രാന്റഡ് എന്ന് പറയില്ലേ, അതാണ് ഇവിടുത്തെ അവസ്ഥ. അവിടെ എന്താ സൂര്യൻ വരാത്തേന്ന് ഇങ്ങനെ നോക്കി നിൽക്കും എല്ലാരും. വെയിലിങ്ങനെ ഒരു രാവിലെ സൂര്യൻ ഉദിക്കും, ചില ദിവസം നല്ല രസം ഇങ്ങനെ വരും വെയിൽ, അത് കാണുമ്പോൾ ഒരു സന്തോഷം. സൂര്യൻ അവിടെ വന്നാൽ എല്ലാവർക്കും വെരി ഹാപ്പി അവിടെ എല്ലാരും.
അതല്ലാണ്ട് മൂഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ എല്ലാരും ഭയങ്കര ഒരു ചടപ്പായിരിക്കും അവിടെ. എനർജി ഒന്നും ഉണ്ടാവില്ല ആളുകൾക്ക്, കുറവായിരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പറയുമ്പോ അയ്യോ അവിടെ നല്ല ക്ലൈമറ്റ് അല്ലേ എന്നൊക്കെ പറയണേ, അല്ല അല്ലേ? തിരിച്ചു പോകണം, എത്ര 10 ദിവസം കൂടി ബാക്കിയുള്ളത്. ഇല്ല ശരിക്കും നാട്ടിലേക്ക് തിരിച്ചു കഴിയുമ്പോ ഇവിടുത്തെ ചൂട് എങ്ങനെയുണ്ട്? കണ്ണൂർ ഏറ്റവും കൂടുതൽ ചൂട്, നല്ല ചൂടുണ്ട് ഇവിടെ. കണ്ണൂരാന്ന് ഇവിടുത്തെ കൊച്ചിനെക്കാളും ചൂട് കൂടുതൽ പോലെ തോന്നിയിട്ടില്ല. ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതൽ പോലെ അവിടെ തോന്നാറുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കാനഡയിൽ തിരിച്ചു പോകുന്ന സമയം ഇസ് എ വെരി ഗുഡ് ക്ലൈമറ്റ്. സ്പ്രിംഗ് സമ്മർ ആവുന്ന സമയമാണ്. ഭയങ്കര നല്ല രസമാണ്. ദിവസം ഫുൾ 5:30 മുതൽ 9 മണി വരെ വെയിലുണ്ടാവും. അപ്പൊ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ഇറ്റ് ഫീൽസ് വെരി ഗുഡ് ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി. നല്ല രസമാണ്. ആ ഒരു 4 മാസം അടിപൊളി. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും 7 months നമ്മളിങ്ങനെ കാത്തു നിൽക്കുക. ആ വിന്റർ മൊത്തം നമ്മൾ ഈ സ്പ്രിംഗ് ഈശ്വര എങ്ങനെങ്കിലും വരണേന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ്. ഇതുപോലെ ഒരുപാട് ഡ്രീം കണ്ടുകൊണ്ടാണ് ഒത്തിരി കുട്ടികൾ പോകുന്നത്. ചിലപ്പോ ഫാമിലിനെയൊക്കെ വിട്ട് മാറി. ഇപ്പൊ ഓൾറെഡി അങ്ങനെ മെസ്സേജസ് വരാറുണ്ടോ? കാരണം ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ വരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ കാനഡയിൽ വന്നിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആണ് എന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന മെസ്സേജ്. എന്താ ചെയ്യാ, എങ്ങനെ ഇത്ര ആക്റ്റീവ് ആയിട്ട് നിൽക്കുക? അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഐ ഡോണ്ട് നോ. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യു ഫിഗറിങ് ഔട്ട് ഇവൻച്വലി. നമ്മളിപ്പോ അവിടെ പോയിട്ട് 4 years ആയി. അപ്പം ഫസ്റ്റ് 2 കൊല്ലം പോയത് എനിക്ക് ഇപ്പൊ പോലും എനിക്ക് ചിന്തിക്കാൻ ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സമയം എന്റെ ജീവിതത്തിൽ ആ ഫസ്റ്റ് 2 കൊല്ലം. പിന്നെയുള്ള ഇപ്പത്തെ എന്ന് വെച്ചാല് കുറച്ചും കൂടി നമ്മള് അഡാപ്റ്റ് ആയി ആ സ്ഥലമായിട്ട്. അപ്പൊ ഐ വുഡ് സേ give it some time and at the same time അവിടെ പോയാല് നമ്മള് ഈ കുറച്ചെങ്കിലും സോഷ്യലി നമ്മൾ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ എഫേർട്ട് ഇടണം. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ റോട്ടിൽ പോയി നടന്ന് ഡെയിലി ഒരു കടയിൽ പോയിട്ട് നമ്മള് ജ്യൂസ് വാങ്ങി കുടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഇവൻച്വലി കടക്കാരായിട്ട് കമ്പനിയാവും. അപ്പൊ അവിടെ ഇപ്പൊ വേറൊരു ചെക്കൻ വരുന്നുണ്ട് വെച്ചോ, നമ്മൾ അങ്ങനെ ഡെയിലി കാണുമ്പോൾ ആദ്യം നമ്മളവര് ഫ്രണ്ട്സ് ആവും. 3 ദിവസം 4 ദിവസം കൊണ്ട് നമ്മൾ എന്തെല്ലാം ചോദിക്കും. അവിടെ ആ ഒരു കുറച്ചും കൂടി ടൈം എടുക്കും. സോ വി നീഡ് ടു ആക്റ്റീവ്ലി ട്രൈ, എന്നാലേ അത് വരുള്ളൂ. ഒന്നാമത് നമ്മുടെ ഭാഷ അല്ല, നമ്മുടെ മദർ ടങ് അല്ല. അപ്പോ 2 നമ്മളെ പുറത്തുള്ള ഒരാളാണ്. അപ്പൊ അവര് നമ്മളെ കാണുമ്പോഴും ഒരു മോശമായിട്ടെന്നല്ല, പക്ഷെ വേറൊരാളാണ്. അപ്പൊ അതായിരുന്നു അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളല്ല. ഇപ്പൊ നമ്മൾ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് അവിടെ ആണെങ്കിലും കുഴപ്പമില്ല. ദേ മിംഗിൾ വെരി വെൽ. കാരണം അവരുടെ ആക്സെന്റ് ഈസ് വെരി സിമിലർ, ലൈക്ക് ദി സെയിം. പക്ഷെ നമ്മളുടെ ആക്സെന്റ് ഈസ് ഡിഫറെന്റ്. സോ അവിടെ തന്നെ ഒരു ഡിഫറൻസ് വന്നില്ലേ? അതിപ്പോ ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ എനിബഡി ഫ്രം ലൈക്ക് തന്നെ വേറെ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നാലും അവർക്ക് ഉണ്ടാകുന്ന സെയിം ബുദ്ധിമുട്ടാണ് നമുക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ പിന്നെ പണ്ടേ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, തെണ്ടി കിടക്കുന്നതുകൊണ്ട് ഒരുപാട് എനിക്ക് മ്യൂസ് ടു ഇറ്റ്. ഇത് നമ്മുടെ തന്നെ ഇവിടുത്തെ ഒരു സെലിബ്രിറ്റി അവിടെ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യത്തിന് പോയതിനു ശേഷം അവിടുന്ന് പറ്റാണ്ട് തിരിച്ചു വന്ന സിറ്റുവേഷൻ ഉണ്ട്. അവിടുന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമുക്കൊരു തോന്നിട്ട് അങ്ങനെ ഒരു മാറ്റം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ എന്റെ സെറാമിക് ക്ലാസ്സില് ചട്ടി ഉണ്ടാക്കുന്ന ക്ലാസ്സില് ഐ ആം ദ ഓൺലി ബ്രൗൺ ഗേൾ ഇൻ ദറ്റ് ക്ലാസ്. വേറെ എല്ലാരും വെള്ളക്കാരാണ്. പിന്നെ ഒരു ഇൻഡിജീനിയസ് കുട്ടിയുണ്ട്. അപ്പം ആദ്യ ഫസ്റ്റ് ഇയർ ഒക്കെ ഐ യൂസ് ടു ഫീൽ ലൈക്ക് വെരി വിയേർഡ്. ഞാൻ മാത്രമാണ് ആ ക്ലാസ്സിലെ ബ്രൗൺ ഗേൾ. അവരെന്നെ മിസ്ട്രീറ്റ് ചെയ്യുന്നൊന്നും അന്നേ വരെ ചെയ്തിട്ടില്ല. ദേ ആർ ഓൾ വെരി നൈസ്. സോ ബട്ട് ദിസ് വാസ് ജസ്റ്റ് ലൈക്ക് ഇൻ മൈ ഹെഡ്. ഒബ്വിയസ്ലി ആ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്. ഒരിക്കലും ഞാൻ അതില്ല, എവ്രി വൺ ഈക്വൽ ആണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. യു ആർ ഗോണ ഫീൽ ദാറ്റ് ഇൻസൈഡ്. അപ്പം ആദ്യം അങ്ങനെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഫൈനൽ ഇയർ ആണ്. അവൻ നൗ ഈവൻ ഇഫ് ലൈക്ക് സംവൺ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ റാൻഡം ആയിട്ടൊരു റേസിസ്റ്റ് കോമെന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ലൈക്ക് ഐ നോ വേർ ഐ എം സ്റ്റാൻഡിങ് റൈറ്റ് നൗ. ഐ നോ ഹു ഐ ആം. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ് കാരണമാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. സോ ഐ ഷുഡന്റ് ലൈക്ക് ഗിവ് എനിത്തിങ് ഫോർ ദാറ്റ്. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ഞാൻ വളർന്നു. ആൻഡ് ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മൈ ഗ്രോത്ത്. അത് തന്നെയാണ് എനിക്ക് ഇപ്പം അബ്രോഡ് പോയി ഇങ്ങനെ ചെയ്യുന്ന എല്ലാരോടും പറയാനുള്ള കാരണം വെച്ചാൽ നെവർ ഗിവ് അപ്പ്. ഇഫ് someone is like being mad at you for your skin color of like anything, അത് അവരുടെ fault ആണ്. It's never your fault. ഒന്നുമില്ല, നമ്മൾ മലയാളികളല്ലേ, അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. എന്റെ ക്ലാസ്സിൽ ഇപ്പൊ പോയി കഴിഞ്ഞാലും ഒബ്വിയസ്ലി ലൈക്ക് ഒരു ഗ്രൂപ്പിസം ഒക്കെ ഉണ്ട് എന്റെ ക്ലാസ്സിൽ. ബട്ട് യു ആർ ലൈക്ക് I don't care. I'm just gonna go there, do my thing and come back. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ വളർന്നു. നിങ്ങൾ കാനഡയിലുള്ള സമയത്ത് വേറൊരു മലയാളികളെ കാണുമ്പോൾ നിങ്ങളുടെ ഫീൽ എന്താ?
മലയാളികള് പൊളിയാണെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ മലയാളികളാണ് കേട്ടോ. അതുണ്ടോ? പക്ഷെ അല്ല, എനിക്കിപ്പോ നമ്മുടെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, എനിക്കൊരു 5-10 ഫ്രണ്ട്സ് ഉണ്ട് മലയാളികളായിട്ട്. വെരി ക്ലോസ് നെറ്റ് ഫാമിലി പോലെ. ഫാമിലി അവര് ശരിക്കും എന്റെ കുടുംബം പോലെയാണ്. ഇപ്പൊ അവിടെ ഇതായിരുന്നു, ഇപ്പൊ എന്റെ പെറ്റ്സിനെ നോക്കുന്നത് അവരാണ്. ഐ മീൻ രണ്ട് ഹാംസ്റ്റേഴ്സിനെ നോക്കുന്ന വിഷയമാണ്. ഷീസ് ലൈക്ക് നമ്മളെ ഫാമിലിയുള്ള ഒരാളാണ്. പിന്നെ അർഷക് ഉണ്ട്, സിസിൽ ഉണ്ട്, ആൾക്കാരുണ്ട്. ഇവരെല്ലാം കാരണമാണ് നമ്മള് എത്ര വിന്റർ ആയാലും കുറച്ചെങ്കിലും മെന്റലി സെയിൻ ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ഫാമിലി കാരണം. അങ്ങനെ ഒരു കൂട്ടം വേണം. എനിക്ക് നമ്മൾ ഇവിടുത്തെ ഫെസ്റ്റിവലിനെ കണ്ട് നിങ്ങൾ അവിടെ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഞാൻ പറഞ്ഞു എല്ലാം ആഘോഷിക്കും ഞങ്ങള്. വിഷു, ഈസ്റ്റർ, ഈദ് എല്ലാം ഒന്നും ഇടത്തില്ല. നോമ്പ് പോലും ഞങ്ങളെ ഒരു ചങ്ങായാണ് ഇപ്പൊ കൂട്ടത്തിലുള്ളെങ്കിലും ഓൻ നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ആകാശട്ടം പോലും ഓന്റെ കൂടെ നോമ്പ് എടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും എല്ലാ ഈവനിങ് കുക്ക് ചെയ്ത് കൊടുക്കും. ഒരു സന്തോഷല്ലേ അങ്ങനത്തെ സംഭവങ്ങളല്ല. ഇത് നമ്മള് മലയാളികള് പൊളിയാണ്. ശരിക്കും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ചെയ്യുന്നുണ്ടാ? നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് എന്താ? ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ വാക്കിൽ ക്വസ്റ്റ്യൻ ആയി പോയി. എനിക്ക് കുറച്ച് പാരാഗ്രാഫിൽ വേണം. എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഡിഫറൻസ് ഏറ്റവും കൂടുതൽ മനസ്സിലായെന്ന് വെച്ചാല്, ഞാൻ ആദ്യം അവിടെ പോയ സമയത്ത് കാനഡയാണ് എന്നെ ഞാൻ ആക്കിയതെന്ന് ഞാൻ 100% ഞാൻ പറയും. ബിക്കോസ് ഞാൻ അവിടെ പോയപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. ആൾക്കാരുടെ അടുത്ത് ഞാനൊരു ഹായ് പോലും ഞാൻ പറയില്ല. ബട്ട് ഇപ്പം ലൈക്ക് വിത്ത് ടൈം ഐ എം ലൈക്ക് ഹായ് ഹൗ ആർ യു പോകുമ്പോൾ ലൈക്ക് ഐ എം എ വെരി ഔട്ട് ഗോയിങ് പേഴ്സൺ ലൈക്ക് ഈവൻച്വലി. ബിക്കോസ് അങ്ങനെയാണ് അവിടെ നമുക്ക് ആൾക്കാരായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഈവൻച്വലി പഠിച്ചു. സോ എന്റെ ബ്രെയിൻ അവിടുത്തെ കൾച്ചറായിട്ട് അഡാപ്റ്റ് ആയതാണ്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങള് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. എല്ലാവരുടെ സാഹചര്യങ്ങളും ഡിഫറെന്റ് ആണ്. ഹെൽപ്പ് യു ഔട്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും കൂടി ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്നില്ല. സാഹചര്യങ്ങൾ കാരണം പല പല ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് നിന്നാണ് എല്ലാവരും വരുന്നത്. സോ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം ഒരു ചെറിയൊരു സന്തോഷം കണ്ടെത്തുക, അത്രേ ഉള്ളൂ. നമുക്കിപ്പോ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ രാവിലെ എഴുന്നേറ്റ് മഞ്ഞ് കോരണം, വേറെ വകുപ്പൊന്നുമില്ല. രാവിലെ പോയി കോരണം. അത് ഈ തണുപ്പത്ത് കയ്യും വെറുങ്ങലിച്ച് ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് എന്റെ ഭഗവാനെ ഇത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴും സാരമില്ല, ഒരു പാട്ടൊക്കെ ഇട്ട് റോക്കിന്റെ കെട്ടാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ചെയ്യുമ്പോൾ ഒരു വേറെ ഫീലാണ്. നമ്മളപ്പോ ട്രൈ ടു കീപ് യുവർ സെൽഫ് എൻഗേജ്ഡ്. ഒരു ഡാർക്ക് സ്പേസിലേക്ക് പോവാതിരിക്കുക. കുഴപ്പമില്ല, വല്ലപ്പോഴും ഹ്യൂമൻ നമ്മൾ പോകും. പക്ഷെ പോകുന്നിടത്തോളം നമ്മള് നമുക്ക് തിരിച്ചു വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ ആലോചിക്കും. എനിക്കും ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഇന്നേറ്റ്ലി ലൈക്ക് അപ്പർണ നീ എവിടെയാ പോകുന്നത്, അവിടെ പോവല്ലേ, നിനക്ക് അറിയാം അവിടെ പോ എത്ര നീ റോങ് ആവും, ഓക്കെ ലൈക്ക് കം ബാക്ക് ലെറ്റ്സ് ഡു സംതിങ് എൽസ്. ഞാൻ എന്നെ തന്നെ അങ്ങ് പിടിച്ചു കൊണ്ടുവരലുണ്ട്. സോ ആ ഒരു നമ്മൾ റെക്കഗ്നൈസ് ചെയ്യൂലേ നമ്മളൊരു ബാഡ് സംഭവത്തിലേക്ക് പോകുന്നതാണ്, ആ ഒരു റെക്കഗ്നിഷൻ. ഈ കോൺവെർസേഷൻ ചിലപ്പോൾ പലരെയും ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ നാടും വീടൊക്കെ വിട്ട് പുറത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ ഇത് കണക്ട് ആവത്തുള്ളൂ. കാരണം ഇത് ശരിയാണല്ലോ, ഞാനും ഈ ഒരു സ്റ്റേജിലൂടെ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു സൈക്കോളജിസ്റ്റ് ആവുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ആളുകളോട് സംസാരിക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാന്ന് തോന്നുന്നു അല്ലേ അപർണ? നമ്മൾ രണ്ടാളും അങ്ങനെയാണ്. എന്നെക്കാളും കൂടുതൽ സംസാരിക്കും ഇങ്ങനെ ഒരാളോട്. ഇപ്പം ഇഫ് യു കം ടു അസ് ആൻഡ് യു ആർ ലൈക്ക് എനിക്ക് എന്തോ പോലെ തോന്നുന്നു, എൻ്റെ ലൈഫ് ഭയങ്കര ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാല് എന്നെക്കാളും he will be that one person who's going to like really get into your issues and understand and yeah, അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. എന്തുകൊണ്ടാ വെച്ചാൽ അറ്റ് സം പോയിന്റ് ഞാനും എനിക്കും ഉണ്ടായിരുന്നു ബാഡ് ടൈംസ്. പീപ്പിൾ ഹെൽപ്പ് മീ ഔട്ട്. എനിക്ക് കേൾക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സോ ഐ ഓൾവേസ് ലൈക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ ഇരുന്ന് കേൾക്കും. കാരണം ചിലപ്പോ കേട്ടാ മാത്രം മതി പല പ്രശ്നങ്ങളും മാറിപ്പോകും. ജസ്റ്റ് പറയാൻ ഒരാൾ മാത്രം മതി. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് കുറെ ആൾക്കാർ അങ്ങനെ നിന്നുകൊണ്ട് യൂണിവേഴ്സ് ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാണ്ടിരിക്കുന്ന മോശമല്ലേ? അതെ, സമയമില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ മാറ്റി വെക്കുന്ന ഒത്തിരി പേരില്ലേ? അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്രയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആള്. ഇതിനൊക്കെ സമയം എവിടുന്ന് കിട്ടുന്നു? അല്ലെങ്കിൽ അതിനൊരു ടൈം ടേബിൾ ഉണ്ടോ? സമയമില്ല. ഈ സമയമില്ലാത്ത ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അത് മേ ബി ഐ ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദിസ് വേ. നമുക്കിപ്പം ഒരു കാര്യം സീരിയസ്ലി ഇഫ് ഐ വാണ്ട് ടു ഡു ഇറ്റ് ഐ വിൽ ഡു ഇറ്റ്.
If you want to do something that you really want, ഇപ്പൊ പാട്ട് പഠിക്കണം, എന്ത് ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്കിന്ന് പാട്ട് പഠിക്കണം എന്ന് ആ ഒരു ദൃഢമായിട്ടുള്ള ആ ഒരു ചെയ്യും എന്നുള്ള ആ ഒരു ഇതുണ്ടെങ്കിൽ ചെയ്തിരിക്കും നമ്മള്. അതെപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ദിവസം പാട്ട് മാഷ് എനിക്കൊരു പാട്ട് മാഷുണ്ട്, ഓൺലൈനിൽ നമ്മള് പാട്ടും പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, ഓക്കെ അവിടെ സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട്, പിന്നെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്, പിന്നെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പിന്നെ പാട്ട് പഠിക്കുന്നുണ്ട്, അല്ലേ ചെയ്യുന്നുള്ളൂ. ഹൗസ് ചോഴ്സ് എല്ലാം ഭക്ഷണം ഉണ്ടാക്കും. ഇതൊക്കെ ഒരു ദിവസം ഇതൊക്കെ നടക്കുന്നുണ്ടോ അതോ ഒരു വീക്ക്ലി വൺസ്? അപ്പൊ പാട്ടുകാരിയാണ്. അപ്പൊ ഒരു കേട്ടാലല്ലേ ഞാൻ പറഞ്ഞത് പാട്ട് മാഷ് എന്നെ പാട്ടുകാരെങ്കിലും ഒരു ആരാധികയുടെ ആഗ്രഹം പോലെ ഒരു കൗതുകം. ആകാശേട്ടൻ പാടും ഒരു പാട്ട് പ്ലീസ്. ഇത്രയും നമ്മുടെ കണ്ണൂരുകാര് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് ഒരു പാട്ട്. ഞാൻ പറയണ നമ്മളുടെ ഒരു പാട്ട് ലോഞ്ച് ആവുന്നുണ്ട്. എന്നാ ആ പാട്ട് അത് പാടാൻ പറ്റില്ലല്ലോ, അതെങ്ങനെ പാടാൻ ലോഞ്ച് ആവുമ്പോ അല്ല ലോഞ്ച് ഐ മീൻ ന്യൂ സോങ് ലോഞ്ച് അല്ല, നമ്മള് രണ്ടുപേരും പാടിയിട്ടില്ല ഡിഫറെന്റ് ആയിട്ട് പാടിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇടാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പാട്ട് പഠിക്കലുണ്ടല്ലോ, കേൾക്കുന്നില്ലല്ലോ. അപ്പം ഐ വുഡ് സേ നിങ്ങൾ അത് കേൾക്കണം എന്നാണ് ഞാൻ പറയാ. എങ്കിലും നോക്കി അത് ഇപ്പൊ പാടാൻ പറ്റില്ലെങ്കിൽ വേറൊരു പാട്ട്. നിങ്ങൾ ഇനി പാട്ടൊക്കെ പഠിച്ച് വീട്ടിലൊന്ന് പാടി തരാറുണ്ടോ? ഇന്ന് ഞാൻ പഠിച്ച പാട്ട് ഒരുമിച്ചായിരിക്കും ക്ലാസ്സിൽ. കാരണം എനിക്ക് പാടുന്ന ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ഭീകരമായിട്ടൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പാടും. അപ്പോ ഈ സോക്കോൾഡ് ഉള്ള പാട്ട് മാഷിന്റെ ചങ്ക് പടിയാണ്. മൂപ്പര് എവിടെയായിരുന്നു നമുക്കൂട്ട ചെന്നൈയില് കലാക്ഷേത്രയിൽ പഠിച്ചതാണ്. സോ ഹീസ് വെരി ടാലന്റഡ്. അപ്പോ മൂപ്പരാണ് ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല, എനിക്കത് അത്ര പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുമില്ല. അപ്പൊ ഞാൻ നേരെ ഇവനോട് പറഞ്ഞു ഒന്ന് നീ സഹായിക്കുന്ന. ഞാനിപ്പോ ആക്ച്വലി ലൈക്ക് ഈ ശ്രുതി സംഭവങ്ങളെല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പാടാ. സാധകമൊക്കെ ചെയ്യും രാവിലെ എഴുന്നേറ്റിട്ട് ടബിൽ കിടന്നിട്ട് ഞാനിങ്ങനെ രാവിലെ ഞാന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പറയില്ലേ? പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയും, പക്ഷെ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഞാനും പാട്ടുമാഷം തെറ്റാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കേൾക്കാൻ വേണ്ടി പോകുന്നത് ആകാശ് പ്രദീപിന്റെ പാട്ടാണ്. ഞാൻ ഒരു പഴയ ഹിന്ദി പാട്ട് പാടാം, എന്റെ മുത്തശ്ശനെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. ഓക്കെ ശരി. സുഹാനി രാത് ढल चुकी ना जाने तुम कब आओगे, सुहानी रात ढल चुकी ना जाने तुम कब आओगे, यहाँ की रुत बदल चुकी ना जाने तुम कब आओगे. ഓ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയിട്ടോ, രസായിട്ട് പാടുന്നുണ്ട്. ഏത് പാട്ട് പാടിട്ടാ ഫ്ലാറ്റായ? എനിക്ക് ഈ പാട്ട് പാടിത്തരും, മറ്റേ കിലുക്കത്തിലുള്ള പാട്ട് ഏതായിരുന്നു? കിലുകിൽ പമ്പന് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമോ ആ പാട്ട്. ആ പാട്ടിലാണ് വളച്ചേട്ടോ. ആ പാട്ടിലല്ല വളച്ചേ, കുമ്പളങ്ങി നൈറ്റ്സിലെ മറ്റേ പാട്ടില്ലേ, നാം ഒരു നാൾ, അത് പാടിയപ്പോ ഇത്രയും നല്ല പാട്ട് പാടിക്കൊടുത്തിട്ട് എങ്ങനെ വളയാതിരിക്കും? മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് ആ പാട്ട് പാടും. പിന്നെ ഗിറ്റാറും വായിക്കും, യൂക്കുലേലിയും വായിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നി, നമുക്ക് ബോറടിക്കുമ്പോ ഒരു പാട്ട് പ്ലീസ് എന്റർടൈൻമെന്റ് ആവുന്നു. എനിക്ക് ഇവിടെ ഒരുപാട് കാര്യം ചെയ്യണം, അതുപോലെ ഇവിടെ ഒത്തിരി കാര്യം എന്നെക്കാളും പണ്ട് തൊട്ടേ ഇങ്ങനെ തെറിച്ച് നടക്കൂലേ, എന്നെക്കാളും ഒരു 100 times ആണ് മൂപ്പറ്. അപ്പൊ ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നി, കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. അയ്യോ അടിപൊളി. ഇനി എനിക്ക് അറിയണ്ടത്, നമുക്ക് ഒരുപാട് സമയം എങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു പെറ്റുണ്ടല്ലോ. നമ്മൾ വിചാരിക്കാത്ത കുറെ പെറ്റിനെയാണ് വളർത്തുന്നെങ്കിലും ആൾക്ക് ഇവിടെ ഇപ്പഴേ പേടി. ഞാൻ പറഞ്ഞുതരാം എന്നാ വാങ്ങാൻ ഇഷ്ടം. ഒരു മുതലേനെ വാങ്ങണം എന്ന് പറയുന്നത് തമാശ ശരിക്കും പറഞ്ഞോ?
അലിഗേറ്ററിന് വാങ്ങണം ഭയങ്കര ആഗ്രഹം. അതിന്റെ റൂമൊക്കെ റെഡിയാക്കോ? യുഎസിലൊക്കെ വളർത്താറുണ്ട് ആൾക്കാരെ. അവിടെ യൂസിലാണ് കാനഡയിൽ വളർത്താൻ അറിയില്ല, ഞാൻ പെർമിഷൻ നോക്കിയില്ല. നമ്മളവിടെ എനിക്കൊരു ആനയെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അതും ഈ കാനഡയിൽ നിന്നുള്ള ആനയില് മഞ്ഞത്ത് അത് പറ്റില്ല. കുറച്ച് അതിപ്പോ അല്ല fit ചെയ്ത് കൊടുത്തോ? ഏതായിരുന്നു കമ്പനി അവര് ഇപ്പോ മാമത്തിന് റിസർച്ച് ചെയ്ത് ഡി എക്സ്റ്റൻഷൻ പ്രോസസ് ട്രൈ ചെയ്യുന്നുണ്ട്. എക്സാക്ട് ആയിരിക്കൂല, പക്ഷെ എന്തായിരുന്നു ആ തണുപ്പത്ത് ജീവിക്കാൻ പറ്റിയ രോമമുള്ള ആനയെ പോലത്തെ ഒരു സാധനത്തിന് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. ഈ ഭാവിയിൽ പറയാൻ റീലില് മാമത്തിനൊക്കെ ആയിരിക്കും ആൾക്കാർ കാണാൻ വ്യൂസ് ആയിരിക്കും ഞങ്ങൾക്ക്. നിങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് അവരെ കണ്ടാൽ മതി എന്നായിരിക്കും. അതൊക്കെ വാങ്ങിയിട്ട് ഞാനൊന്ന് കാനഡയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും യു ആർ ഓൾവേസ് വെൽക്കം. ഒരുപാട് സന്തോഷം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കപ്പിളാണ് നിങ്ങൾ. തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടല്ലോ, നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ ഡ്രീമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ടീവായിട്ട് എപ്പോഴും ഇതുപോലെ തന്നെ കൂടെ ഉണ്ടാവാം. കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് ഇന്റർവ്യൂ ചെയ്യണം. ഇനി ആനയും മുദ്രയൊക്കെ വാങ്ങിയിട്ട് ഞാൻ അവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യാം. തീർച്ചയായും നല്ലൊരു ഇന്റർവ്യൂ ആയിരിക്കും അതെന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നു. ഒരുപാട് സന്തോഷം. നിങ്ങൾ സ്നേഹിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. കാരണം നിങ്ങളുടെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം നാട്ടിലേക്ക് വരുമ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ ആരോ വരുന്ന ഫീൽ ആയിരുന്നു. എല്ലാവരും ഇന്റർവ്യൂ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളാണ് സോഷ്യൽ മീഡിയ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. റീൽസ് ആയിട്ടും ഇന്റർവ്യൂ അങ്ങനെ തോന്നിയോ? അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് us for this interview. നമ്മളും ഒരുപാട് എൻജോയ് ചെയ്തൊരു ഇന്റർവ്യൂ ആണ്. അങ്ങനെ ടെൻഷൻ ഒന്നുമില്ല. നമ്മളെ നാട്ടുകാരല്ലേ, ആ ഒരു ഇൻസ്റ്റന്റ് കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്തു. ജോലി നേടാൻ ഒരേ ഒരു എൻട്രി ആപ്പ് ഡൗൺലോഡ്